റിപ്പോർട്ടർ SIT ഇൻവെസ്റ്റിഗേഷൻ ബ്രേക്കിംഗ്. പെൺകുട്ടികളുടെ ഇൻസ്റ്റാഗ്രാം ഫോട്ടോകൾ മോർഫ് ചെയ്ത് അശ്ലീല കണ്ടന്റുകൾ ചേർത്ത് ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നു. രാമനാട്ടുകര സ്വദേശിയായ യുവതിയുടെ പരാതിയിൽ മലപ്പുറം വള്ളിക്കുന്ന് സ്വദേശി നിതിൻ മോഹൻദാസിനെതിരെ പരപ്പനങ്ങാടി പോലീസ് കേസെടുത്തു. നിരവധി പെൺകുട്ടികളുടെ ഫോട്ടോകൾ ഗ്രൂപ്പുകളിൽ ഇങ്ങനെ പ്രചരിക്കുന്നതായി പരാതിക്കാരിയായ സാന്ദ്ര റിപ്പോർട്ടറോട് പറഞ്ഞിരിക്കുകയാണ്. പെൺകുട്ടികൾക്ക് വാട്സാപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ലൈംഗിക ചുവയോടെ കൂടിയുള്ള സന്ദേശങ്ങളും ഫോട്ടോകളും ദൃശ്യങ്ങളും പങ്കുവെക്കുകയും ചെയ്തു എന്നും പരാതിയിൽ പറയുന്നുണ്ട്. ഒരു വലിയൊരു പ്രശ്നത്തിന്റെ പുറത്ത് മെന്റലി ഭയങ്കര ഡൗൺ ആണ്. ഞാൻ മാത്രമല്ല, എന്റെ പുറകിൽ കുറെ പെൺകുട്ടികളുണ്ട്, കുറെ അമ്മമാരുണ്ട്, കുറെ കുഞ്ഞു മക്കളുണ്ട്. എല്ലാവരും മെന്റലി ഒട്ടും സ്റ്റേബിൾ അല്ല ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ. കാരണം നമ്മളെയൊക്കെ ബാധിക്കുന്ന രീതിയിലുള്ളൊരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ടെലിഗ്രാം ഗ്രൂപ്പുകളിലൂടെ പെൺകുട്ടികളുടെ ഫോട്ടോ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന പെൺകുട്ടികളുടെ ഫോട്ടോ എടുത്ത് മോർഫ് ചെയ്ത് അത് ടെലിഗ്രാമിലെ തന്നെ പല പല ഗ്രൂപ്പുകളിലേക്കും ന്യൂഡാക്കിയും ഹാഫ് ന്യൂഡൊക്കെ ആക്കിയിട്ട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുത്തനെ പറ്റിയിട്ട് ആ ഒരു ക്രിമിനലാണ്. അവന്റെ പേര് നിതിൻ മോഹൻദാസ് എന്നാണ് പേര്. അവൻ വള്ളിക്കുന്ന് അരിയല്ലൂർ സ്വദേശിയാണ്. ഇവൻ വളരെ വലിയ വിധത്തിലുള്ള ഒരു ഒഫൻസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു 1000-ഓളം പെൺകുട്ടികളുടെ ഫോട്ടോസ് ആ ഒരു ഗ്രൂപ്പിനകത്തുണ്ട്. ആ ഗ്രൂപ്പിനകത്ത് ഇവൻ പിന്നെ പെയ്ഡ് ആയിട്ടും ഉണ്ട്. അതിൽ 2-3 സ്ക്രീൻഷോട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അതിൽ ഇത് DM ഫോർ പ്രൊമോഷൻ ഓൺലി, പെയ്ഡ് പ്രൊമോഷൻ ഓൺലി, പെയ്ഡ് ഓൺലി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സ്ക്രീൻഷോട്ട്സ് പിന്നെ ഞാൻ റെഫറൻസ് ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിനകത്തൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ പൈസ മേടിച്ചിട്ടും പൈസ മേടിക്കാതെയും പിന്നെ പെൺകുട്ടികളുടെ ഫോട്ടോസ് അങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് എവിടെയൊക്കെ എത്തിയിട്ടുണ്ട്, എങ്ങനെയൊക്കെ പോയിട്ടുണ്ടെന്ന് അറിയില്ല. ഇവന്റെ റിലേറ്റീവ്സ് ഉണ്ട്, ഇവന്റെ അയൽവാസികളുണ്ട്, ഇവനെ അറിയുന്ന എല്ലാ ആൾക്കാരും ഉണ്ട്, കുഞ്ഞു മക്കളുണ്ട്, 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും പഠിക്കുന്ന മക്കളുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഒരു 8 പെൺകുട്ടികൾ മുന്നോട്ട് വന്നിട്ടുണ്ട് കേസായിട്ട്. അതിൽ പോക്സോ ഉണ്ട്. ഇപ്പോൾ വള്ളിക്കുന്ന് സ്വദേശിയായ ഒരു യുവാവിന്റെ പേരാണ് ഇപ്പോൾ പെൺകുട്ടി പറയുന്നത്. സാന്ദ്ര പറഞ്ഞിരിക്കുന്നത്.